ഇന്നലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. എന്നാൽ ആ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 7 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എടുത്തു. പിന്നീട് മഴ കാരണം രണ്ടാം ഇന്നിംഗ്സ് ആരംഭിക്കാൻ സാധിച്ചില്ല. തുടർന്ന് മത്സരം ഫലമില്ലാതെ അവസാനിച്ചു. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഈ മത്സരത്തിന് ശേഷം ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലേ ഓഫ് മത്സരത്തിൽ വീണ്ടും തുടരുകയാണ്. മറുവശത്ത് ഹൈദരാബാദിന്റെ സ്വപ്നം ഇന്നലത്തെ മത്സരത്തോടുകൂടി തകർന്നു പോവുകയും ചെയ്തു. കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് അപ്പിന് ഈ വർഷം ടോപ്പ് 4-ൽ ഇടം നേടാൻ സാധിച്ചില്ല. 11 മത്സരങ്ങളിൽ നിന്നും 3 വിജയങ്ങളും 7 പോയിന്റുമായി ടീം നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. അതേസമയം ഡൽഹി ടീമിന് ഇനി എങ്ങനെ പ്ലേ ഓഫിൽ എത്താം എന്നാണ് നമ്മൾ നോക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിന് ശേഷം 11 മത്സരത്തിൽ നിന്നും 6 വിജയങ്ങളടക്കം 13 പോയിന്റുമായി ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. ഡൽഹി അവരുടെ അടുത്ത 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോറ്റാൽ 3 ടീമുകൾ 17 പോയിന്റിൽ കൂടുതൽ നേടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും ഡൽഹി പ്ലേ ഓഫിലേക്ക് നേരിട്ട് കടക്കും. ഡൽഹിക്ക് ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 എണ്ണം തോറ്റാൽ GT, പഞ്ചാബ്, മുംബൈ എന്നിവയിൽ ഏതെങ്കിലും ഒരു ടീം അവശേഷിക്കുന്ന അവരുടെ എല്ലാ ലീഗ് മത്സരങ്ങളിലും വലിയ വ്യത്യാസത്തിൽ തോൽക്കുന്നത് അവർക്ക് കാത്തിരിക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ 15 പോയിന്റുമായി 4ാം സ്ഥാനത്തെത്താൻ ഡൽഹിക്ക് അവസരമുണ്ടാകും. ഡൽഹി ബാക്കിയുള്ള 3 മത്സരത്തിലും പരാജയപ്പെട്ടാൽ അവരുടെ പോയിന്റ് 13 പോയിന്റ് തന്നെയാകും. സീസൺ അവർക്ക് അവസാനിപ്പിക്കേണ്ടി വരും. കൂടാതെ പ്ലേ ഓഫിലേക്കുള്ള യോഗ്യത അവർക്ക് നേടാൻ സാധിക്കുകയുമില്ല. കാരണം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ 4 ടീമുകൾ ഇതിനോടകം തന്നെ 14 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. ഡൽഹിയുടെ അടുത്ത മത്സരം മെയ് 8-ന് പഞ്ചാബ് കിങ്സിനെതിരെ, മെയ് 11-ന് ഗുജറാത്തിനെതിരെ, മെയ് 15-ന് മുംബൈ ഇന്ത്യൻസിനെതിരെ. ഇങ്ങനെ 3 മത്സരങ്ങളാണ് ഇനി അവർക്ക് ബാക്കിയുള്ളത്. ഈ 3 മത്സരങ്ങളും ഇരു ടീമുകൾക്കും നിർണായകമായതുകൊണ്ട് തന്നെ മികച്ച ഒരു മത്സരം കാണാൻ ആരാധകർക്ക് സാധിക്കുകയും ചെയ്യും. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.